തിരുവനന്തപുരം DCCക്കെതിരെ KSU ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലും സംഘടനാ പ്രവർത്തനത്തിലും DCCയുടെയും തലസ്ഥാനത്തെ MPമാരുടെയും പിന്തുണയില്ലെന്ന വിമർശനം ഉയർന്നത്. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും തരൂരും അടൂർ പ്രകാശും സഹായിച്ചില്ലെന്നാണ് വിമർശനം. സമരങ്ങളിൽ അടികൊള്ളാനും ജയിലിൽ പോകാനും മാത്രമുള്ളവരായി കാണരുതെന്നും KSU കുറ്റപ്പെടുത്തുന്നു. അതേസമയം കോൺഗ്രസ് പുനഃസംഘടനാ പട്ടിക ഉടൻ വന്നേക്കും. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേർന്നു. ഡാൻ, ഈ യുവ പോരാളികളുടെ വിമർശനത്തിൽ മറനീക്കി പുറത്തു വരുന്നത് അതെന്താണ്? എന്ത് സൂചനയാണ് നൽകുന്നത്? ഭവ്യ, നമുക്കറിയാം കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കിടയിലാണ് നടന്നത്. ആ സമയങ്ങളിൽ തിരുവനന്തപുരത്തെ MPമാരുടെ ഭാഗത്ത് നിന്ന് മതിയായ പിന്തുണ ലഭിച്ചില്ല എന്ന വിമർശനമാണ് DCC കഴിഞ്ഞ ദിവസം ചേർന്ന KSU യോഗത്തിൽ ഉണ്ടായത്. അത് കൃത്യമായി അടൂർ പ്രകാശിനെയും ശശി തരൂരിനെയും ഉന്നമിട്ടുകൊണ്ടുള്ള വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതായത് ഈ രണ്ട് നേതാക്കളുടെ ഭാഗത്ത് നിന്ന്, ഈ രണ്ട് MPമാരുടെ ഭാഗത്ത് നിന്ന് KSU പ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മതിയായ തരത്തിലുള്ള ഒരു പിന്തുണ ലഭിച്ചില്ല എന്ന് പറഞ്ഞു വെക്കുന്നതിലൂടെ കൃത്യമായി അത് ഈ സമരരംഗത്തും പ്രതിഷേധങ്ങളിലും പോലീസിന്റെ ലാത്തി ചാർജിലും മാത്രം KSU പ്രവർത്തകരെ ആവശ്യമായി മതിയോ എന്നൊരു ചോദ്യം കൂടി ഈ വിമർശനമായി അവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. കൃത്യമായി ഇപ്പോഴുണ്ടായിരിക്കുന്ന, അതായത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല കോളേജുകളിലും തലസ്ഥാനത്തടക്കം സംഘർഷങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യവും പോലീസ് കേസെടുക്കുന്ന സാഹചര്യവും KSU പ്രവർത്തകർക്ക് മർദ്ദനമേൽക്കുന്ന സാഹചര്യവുമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കൃത്യമായ ഒരു പിന്തുണ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന്, DCCയുടെ ഉൾപ്പെടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല എന്നുകൂടിയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, തിരുവനന്തപുരം DCCക്കെതിരെ ഇതിപ്പോഴല്ല, തുടർച്ചയായി KSU വിമർശനം ഉന്നയിച്ചിരുന്നു. മതിയായ തരത്തിലുള്ള പിന്തുണ ക്യാമ്പസുകളിലെ പ്രവർത്തനങ്ങൾക്ക് DCCയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല എന്ന വിമർശനം. ആ വിമർശനം തന്നെയാണ് കഴിഞ്ഞ ദിവസം DCCയിൽ തന്നെ ചേർന്ന KSUവിന്റെ കമ്മിറ്റിയിൽ, ജില്ലാ കമ്മിറ്റി യോഗത്തിലും വീണ്ടും പരസ്യമായി തന്നെ പ്രതികരണങ്ങളായി നേതാക്കൾ തന്നെ പരസ്യമായി പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും KSUവിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രതിസന്ധികളിൽ DCCയുടെയും MPമാരുടെയും ഭാഗത്തു നിന്നൊരു ഇടപെടൽ ഉണ്ടാകാതിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് വിമർശനവുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഡാൻ, അതേപോലെ തന്നെ ഈ കോൺഗ്രസ് പുനഃസംഘടനാ പട്ടിക ഉടൻ വന്നേക്കുമെന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. എന്ത് പ്രതീക്ഷിക്കണം? നമ്മൾ ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പൊക്കെ കണ്ടതാണ്. അതുപോലെ ഒരു അപ്രതീക്ഷിത നീക്കം ഉണ്ടാകുമോ? ഗ്രൂപ്പിനപ്പുറത്തേക്ക് KC വേണുഗോപാലിന്റെ തീരുമാനങ്ങൾക്കായിരിക്കുമോ പ്രാധാന്യമുണ്ടാവുക? സ്വാഭാവികമായി അതിന് തന്നെയാണ് സാധ്യത. നിലവിൽ പറഞ്ഞു കേൾക്കുന്നതും അങ്ങനെ തന്നെയാണ്. പുനഃസംഘടനാ പട്ടിക കഴിഞ്ഞ ആഴ്ചയിൽ പ്രഖ്യാപിച്ചേക്കുമെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന സൂചന. പക്ഷേ പിന്നീട് അത് മാറി. അതായത് ജനറൽ സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡന്റുമാരെയും മാത്രമേ ആദ്യമേ പ്രഖ്യാപിക്കൂ എന്നായിരുന്നു പുറത്തു വന്ന വിവരങ്ങൾ. പിന്നീട് സെക്രട്ടറിമാരെ കൂടി പ്രഖ്യാപിക്കണമെന്ന് രാഷ്ട്രീയ സമിതി അംഗങ്ങൾ ഉൾപ്പെടെ നിലപാടെടുത്തതോടെയാണ് പിന്നെയും വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് വൈകാതെ തന്നെ പുനഃസംഘടനാ പട്ടിക പ്രസിദ്ധീകരിക്കും. പക്ഷേ ഗ്രൂപ്പ് നേതാക്കൾ നൽകിയിരിക്കുന്ന ലിസ്റ്റിന് അപ്പുറത്തേക്ക് KC വിഭാഗത്തിന്റെ ഒരു അപ്രമാദിത്യം പുനഃസംഘടനയിൽ ഉണ്ടായേക്കുമെന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ പുനഃസംഘടനാ പട്ടികയും ഉടൻ വന്നേക്കുമെന്ന സൂചനകൾ പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ അത് ഏത് തരത്തിൽ കോൺഗ്രസിന്റെ തുടർ രാഷ്ട്രീയ സാഹചര്യത്തെ സ്വാധീനിക്കും എന്നതാണ് ഇനി അറിയാനുള്ളത്. അതാണ് സാഹചര്യം. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.